ഒരിക്കലേ ഒരു ഡോക്ടർ ഒരുപാട് നാളത്തെ ഗവേഷണങ്ങൾക്കൊടുവിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ഒരു അപൂർവങ്ങളിൽ അപൂർവമായൊരു മരുന്നായിരുന്നു അത്. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രായം കുറയും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വരികയാണ് മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഡോക്ടർ ഒരു ബോട്ടിലാണ് മരുന്ന് കൊടുക്കുന്നത്. ഈ മരുന്ന് എന്ന് പറയുന്നത് ഒരു ലേഹ്യ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഈ മരുന്ന് 1/2 ടീസ്പൂണാണ് കഴിക്കേണ്ടത്. 1/2 ടീസ്പൂൺ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 1 വയസ്സ് പ്രായം കുറയും. പ്രത്യേകം ശ്രദ്ധിക്കണം, 1/2 ടീസ്പൂണാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം അതേ സ്ത്രീ വീണ്ടും വന്നിരിക്കുകയാണ്. ഡോക്ടറെ, ഞാൻ ഇന്നലെയാണ് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഡോക്ടർ 1/2 ടീസ്പൂണാണ് കഴിക്കാൻ പറഞ്ഞത്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 1/4 ബോട്ടിൽ മരുന്ന് ഞാൻ ഒരുമിച്ച് കഴിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയായി എന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സന്തോഷമല്ല വേണ്ടത്, സന്തോഷപ്പെടുകയല്ല വേണ്ടത്. നിങ്ങളുടെ പ്രായം കുറഞ്ഞിരിക്കുന്നു. 70 വയസ്സുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു 30 വയസ്സായ സ്ത്രീ ആയിരിക്കുകയാണ്, സൗന്ദര്യമായിരിക്കുകയാണ്, സന്തോഷപ്പെടുക എന്ന് പറയണം. അങ്ങനെ ഈ സ്ത്രീ പറയാം, ഡോക്ടറെ അതല്ല വിഷയം. എൻ്റെ ഈ തോളിൽ കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ഇതെൻ്റെ ഭർത്താവാണ്. ഞാൻ മരുന്ന് കഴിക്കുന്നത് കണ്ട് ഇദ്ദേഹം ഞാനേതോ ജാമാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഴുവൻ മരുന്നും ഇദ്ദേഹം എടുത്ത് കഴിച്ചു. ഞാനിത് ശ്രദ്ധിച്ചില്ല. ഇദ്ദേഹം ഈ കോലത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ തോളിൽ നിന്ന് ഇറങ്ങാൻ കൂടെ തയ്യാറാവുന്നില്ല. എന്ത് ചെയ്യും ഡോക്ടറെ? എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സൊന്ന് കൂട്ടിത്തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ടണം ഡോക്ടർക്ക് കോപം വരികയാണ്. പോമാ, ഞാൻ 25 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മരുന്ന് കണ്ടുപിടിച്ചത്. ഇനി ഇതിനൊരു മറുമരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ 25 വർഷം ഇനിയും എടുക്കും. ഞാൻ മരുന്ന് കണ്ടുപിടിച്ചാൽ വിളിക്കാം, തൽക്കാലം പോകുമെന്ന് പറഞ്ഞേക്കുകയാണ്.